ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സമയമുള്ളപ്പോൾ ഇങ്ങനെ മെനക്കെട്ടാൽ നമുക്ക് പിന്നെ ഒരാഴ്ച സുഖം. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ജോലി തീർത്തിട്ട് വേറെ കാര്യം നോക്കാം, അടുക്കളയിലെ പണി തീർത്തിട്ട്. നമുക്കപ്പോൾ എപ്പോഴും ഇങ്ങനെ അടുക്കള കിടക്കേണ്ടി വരത്തില്ലല്ലോ. 24 മണിക്കൂറും അടുക്കള ജോലി 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 എന്ന് പറഞ്ഞിരിക്കണ്ടല്ലോ. ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യാം. ബേങ്കൻ ഭർത്ത എങ്ങനെ ഉണ്ടാക്കുന്നത്? ബേങ്കൻ ഭർത്തയ്ക്കുള്ളത് എന്ത്? ബേങ്കൻ ഭർത്തയ്ക്ക് ഇപ്പം വേണ്ട. ഇതെന്തിനുള്ള ആലുമെത്തി ഉണ്ടാക്കാൻ. ഇച്ചിരി കൂടുതൽ മല്ലിയില എടുത്ത് വെക്കുവാണ്. എന്താ മല്ലിയുടെ ചട്നി ഉണ്ടാക്കും, ചമ്മന്തി ഉണ്ടാക്കണം. ചട്നി അല്ല, പുതിനയിലയും വേണ്ടേ? വേണ്ട, ചമ്മന്തി. കുമ്പളങ്ങയാണോ? വേണ്ട, അത്ര എടുക്കണ്ട. എല്ലാം കൂട്ടി വലുത് വേണ്ട, ചെറുത് മതി. ക്യാപ്സിക്കം ഇരിപ്പുണ്ടോ? ഇല്ല, വച്ചിരിക്കട്ടെ. ചെറുതുണ്ടല്ലോ അവിടെ. നല്ലത് ബീൻസൊക്കെ ഒരാഴ്ചത്തേക്കുള്ളത് എല്ലാം എടുക്കുന്നത്. ദിവസമൊന്നും വേണ്ട. നമ്മൾ ഇന്നലെ കുറച്ച് പച്ചക്കറി മേടിച്ചായിരുന്നേ. അതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരാഴ്ചത്തേക്കുള്ളതാണ്. ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിന് സ്കൂളിൽ പോകേണ്ടത് രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് എല്ലാ കൂട്ടാനൊന്നും അവൻ കൂട്ടത്തില്ല, എങ്കിലും കുറച്ചൊക്കെ കൂട്ടും. എന്നാലും നമുക്ക് വേണ്ടേ. അപ്പം എല്ലാം കഴുകി വെച്ചാൽ എൻ്റെ ജോലി എളുപ്പം തീരുമല്ലോ ദിവസം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് കഴുകി വെക്കാം. ഇത് ഞാൻ കുറേ നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് 4-5 പ്രാവശ്യം കഴുകിയൊക്കെ എടുത്തതാണ്. ഇത് നമുക്കിനി വെള്ളം വാലാൻ വയ്ക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ശരിക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുത്ത പച്ചക്കറി ഇതുപോലെ കഴുകിയെടുക്കാം. ഇത് വിനാഗിരിയാണ്, വൈറ്റ് വിനെഗർ. ഇത് ഉപ്പും കൂടിയിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. കുറച്ചൊഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും ഒഴിക്കണ്ട. കുറച്ചൊഴിച്ച് നമുക്കൊരു 10-20 മിനിറ്റ് പച്ചക്കറി എല്ലാം കൂടെ വെള്ളത്തിലിട്ട് വയ്ക്കാം. എല്ലാം നല്ല വിഷമായിരിക്കുമല്ലേ.
നമുക്ക് കോളിഫ്ലവർ കഴുകി എടുക്കാനാണ്. ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട്, അത് വൈറ്റ് വിനെഗർ തന്നെയാണ്, അതും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് തിളപ്പിച്ചിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കേണ്ട, തള വന്നാൽ മതി. ഇനി തിളയ്ക്കാറായ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുവാണ് ഈ ഫ്ലവർ. അത് ഒരു 10-15 മിനിറ്റ് അതിൽ കിടക്കട്ടെ. ഇപ്പം മഞ്ഞ നിറമൊക്കെ പിടിക്കും മഞ്ഞളിൻ്റെ, കുഴപ്പമില്ല. നമുക്കിതിന് ഇതൊരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇത് ഒരു ടവൽ വിരിച്ചിട്ടുണ്ട്. ഞാനിത് പച്ചക്കറിയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി മാത്രം, ഇങ്ങനെ വെള്ളം തോരാനായിട്ട് വെക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ടവലാണ്. പിന്നെ ചിലപ്പോൾ പാത്രം കമത്തും. ഇത് കഴുകിയിട്ട ടവലാണ്. ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. നമുക്ക് വെള്ളമൊക്കെ അതേ പിടിച്ചു പോയിക്കോളും. പാത്രം കഴുകാനും ഇതുപോലൊരു ടവലിട്ടാൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഇത് തുടച്ച് മാറ്റണ്ട. ഈ ടവലെടുത്ത് അങ്ങ് കഴുകിയിട്ടാൽ മതിയല്ലോ. നമുക്കിത് ഈ തക്കാളി ഇപ്പോൾ കുറച്ച് 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കഴുകിയെടുക്കാം. ഈ വെള്ളം അങ്ങ് കളയാം. ഇതൊരു 3-4 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. ഞാനിത് കുറച്ച് തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴുകി ഇതിലോട്ടിടാം. ഇതിൽ നിന്ന് വെള്ളം കുറേ വാർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പം ഉണങ്ങി കിട്ടും നമുക്ക്. ഒരു ദിവസം നമ്മളിങ്ങനെ മെനക്കെട്ടാൽ മതി, ഒരാഴ്ചത്തേക്ക് പിന്നെ എളുപ്പമല്ലേ. ആപ്പിളും നമുക്കതുപോലെ കഴുകിയെടുക്കാം. ഇതൊരു ബാങ്കനാണ്. എന്താ ഇതിന് പറയുന്നത്? കത്തിരിക്കാണോ എന്തോ ഒരു വഴുതനങ്ങ. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സമയമുള്ളപ്പോൾ ഇങ്ങനെ മെനക്കെട്ടാൽ നമുക്ക് പിന്നെ ഒരാഴ്ച സുഖം. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ജോലി തീർത്തിട്ട് വേറെ കാര്യം നോക്കാം. അടുക്കളയിലെ പണി തീർത്തിട്ട് നമുക്കപ്പോൾ എപ്പോഴും ഇങ്ങനെ അടുക്കള കിടക്കേണ്ടി വരത്തില്ലല്ലോ. 24 മണിക്കൂറും അടുക്കള ജോലി എന്ന് പറഞ്ഞിരിക്കണ്ടല്ലോ. ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യാം. എനിക്ക് തയ്ക്കാനൊക്കെ ഉണ്ട്. ഞാൻ അത് തയ്ക്കാനിരിക്കാം. അതിനുവേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്ന. നമ്മുടെ കോളിഫ്ലവറും തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തിട്ടില്ല, ശരിക്കും ചെറിയ ചൂടുണ്ട്. നമുക്ക് എന്നാലും ഈ വെള്ളം കളയാം. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിൽ കറുത്ത പാടൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെത്തിക്കളയാം. ഉണ്ടായിരുന്നത് നല്ലത് നോക്കി വാങ്ങിയതാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിൽ വീഡിയോ എടുക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ചെയ്യാം. കൃഷിയോ എന്തൊക്കെയാണെങ്കിലും നമുക്കപ്പോൾ എളുപ്പം അടുക്കള ജോലി തീർക്കാമല്ലോ. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് തയ്ക്കാറില്ലായിരുന്നു ഞാൻ കേട്ടോ. ഇനി പതുക്കെ അത് തുടങ്ങണം. എനിക്ക് മോളുടെ കുറേ ചുരിദാറുണ്ട്. അവളെന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക, അത് തയ്ച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് ചെയ്തു കൊടുക്കണം. ഞാൻ കുറച്ചായിട്ട് തയ്ക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഒത്തിരിയായി ഇപ്പം തയ്ച്ചിട്ട്. ഇനി പതുക്കെ മെഷീനൊക്കെ എടുത്തൊന്ന് വെളിയിൽ വെച്ച് തയ്ക്കണം. മോടെ കുറേ ചുരിദാറുണ്ട്, എനിക്ക് കുറച്ച് ബ്ലൗസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവൾ ഭയങ്കര പരാതിയാണ്, ഞാൻ തയ്ച്ചു കൊടുക്കുന്നില്ല. ഞാൻ അങ്ങനെ എല്ലാവർക്കൊന്നും തയ്ച്ചൊന്നും കൊടുക്കുന്നില്ല, ഞങ്ങളുടേത് മാത്രം തയ്ക്കും. അവളുടേത് ഇപ്പോൾ കൊടുത്തായിരുന്നു തയ്പ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി പതുക്കെ തുടങ്ങണം. നമ്മളിതും കുറേ പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വെള്ളം തോരാൻ വയ്ക്കാം. വെള്ളത്തോടെ വെച്ചാൽ ചീഞ്ഞു പോകും കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ചെയ്യുന്നത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ പടവലങ്ങയും കൂടെ കഴുകിയെടുക്കട്ടെ. ഇതെനിക്ക് 2 പ്രാവശ്യത്തേക്കുണ്ട് കേട്ടോ. ഈ പടവലങ്ങ ഞാൻ ചെറുതാണ് വാങ്ങിക്കുന്നത്, ഒരാഴ്ചത്തേക്കുള്ളതേ വാങ്ങിക്കാറുള്ളൂ. കൂടുതൽ വാങ്ങിച്ചു വെച്ച് നമ്മുടെ ഫ്രിഡ്ജും വൃത്തികേടാക്കണ്ടല്ലോ. ഒത്തിരി സാധനം തിക്കി നിറച്ച്. 3-4 ക്യാപ്സിക്കമാണ്. ഇത് ഫ്രൈഡ് റൈസിനകത്തൊക്കെ ഇടാനായിട്ട് എടുക്കും ഞാൻ. സാലഡിലോ അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ ഇടാനായിട്ട് എടുക്കും. അത് നമുക്ക് കഴുകി വെച്ചേക്കാം. എല്ലാം കഴുകി വെച്ചേക്കാം. പിന്നീട് നമുക്ക് ഈ പാത്രം കഴുകാനും എത്ര പാത്രമൊക്കെ കഴുകുന്നത് ലാഭിക്കാം. നമുക്ക് കുറേ ജോലി ലാഭം കിട്ടും ഇങ്ങനെ ചെയ്തു വെച്ചാൽ. ഇതിലാണ് ഞാൻ കണ്ടോ ഇതിൻ്റെ ഇത് കളഞ്ഞു വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നല്ലത് നമുക്ക് തിരിഞ്ഞെടുക്കാം. കുറേ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊരു ചമ്മന്തി അരയ്ക്കണം മല്ലിയിലയുടെ. ഞാൻ അരയ്ക്കാറുണ്ട് എപ്പോഴും, മിക്കവാറും. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ ഈ വേര് കളഞ്ഞ് നമ്മൾ മാറ്റി വെച്ചു. വേര് വേണ്ട നമുക്ക്. ഇതിൽ നിന്ന് നല്ലത് മാത്രം തിരിഞ്ഞെടുക്കാം നമുക്ക്. കണ്ടോ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഉടനെ എടുക്കാനാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ വെച്ചേക്കാൻ കൊള്ളത്തില്ല. ഇത് ഇങ്ങനത്തേത്, ഇത് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ എടുക്കാം. അങ്ങനത്തേതൊക്കെ
നല്ലത് മാത്രം തിരിഞ്ഞിട്ട് ഇത് കഴുകണ്ട കേട്ടോ. കഴുകിയ കുഴപ്പമൊന്നുമില്ല, കഴുകി വെച്ചാൽ അധികം ഇരിക്കത്തില്ല. കഴുകുന്നതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കഴുകാതെ തന്നെ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഒന്ന് വിരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞ് വെക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത് നല്ലതായിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ വെച്ചാൽ ഒരു 2-2.5 ആഴ്ചയൊക്കെ എനിക്ക് നിൽക്കുന്നുണ്ട്. 2.5 ആഴ്ച കൂടുതൽ നിൽക്കുന്നുണ്ട്, അതിന് മുമ്പ് സാധനം തീരും. അതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും കാണും മല്ലിയില ഒഴിയത്തേ ഇല്ല കേട്ടോ. ഇവിടെ മല്ലിയില എല്ലാത്തിനും ഇടും, മിക്കതിനും ഇടും. ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ വീഡിയോയിൽ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ, എന്നിട്ട് വെക്കാം നമുക്ക്. ഇതിലൊരു ചീത്ത ഇരുന്നാലുണ്ടല്ലോ എളുപ്പം ബാക്കിയുള്ളതും കൂടെ അങ്ങ് ചീത്തയായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനത്തേക്ക് മാറ്റുന്നത്. നല്ലതും എളുപ്പം ചീത്തയായി പോകും ഒരു ചീത്ത ഇരുന്നാൽ. നമ്മൾ ഇത് 2-3 ആഴ്ചയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മളിത് തുറന്ന് നോക്കണം ചീത്തയുണ്ടോന്ന്. ചീത്ത ഉണ്ടെങ്കിൽ മാറ്റിക്കളയണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവും ബാക്കിയുള്ളതും കൂടെ. മല്ലിയില ഇടാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില കഴുകിയിട്ടില്ല, മല്ലിയില കഴുകണ്ട. കഴുകിയാൽ ചിലപ്പം അത്ര അധികം ദിവസം ഇരിക്കത്തില്ല. ഇരിക്കും, എന്നാലും കഴുകാതെ വയ്ക്കുന്ന അത്ര ഇരിക്കത്തില്ല. ഇതിൻ്റെ വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ഇതേലെ നനവൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മേടിക്കുമ്പോഴേ ഒരു നനവുണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. ഇതേ ഒരു ടിഷ്യൂ പേപ്പർ ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ വെച്ചാലും മതി കേട്ടോ. ഇതിൻ്റെ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ വെക്കാം. മേളിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മൂടി വെച്ചാൽ മതി. ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ. ഇതൊരു 2-2.5 ആഴ്ചയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ ഇരുന്നോളൂ. ഇത് ഞാൻ വേറൊരു ബോക്സ് എടുത്തേ. ഈ പാത്രം കണ്ടോ, ഇത് ഞാൻ ഒരു 2 വർഷം മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പണ്ടത്തെ ഒരു ഫ്രിഡ്ജിൻ്റെ ഇതിൽ ഓരോ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ പാത്രം ഇട്ടിട്ടുണ്ട്. ഇത് ഇപ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിക്കുക. ഓരോരോ പാത്രം ഇതിനകത്ത്. ഞാൻ അത് ഇതിൽ പച്ചമുളക് കിടപ്പുണ്ട്. ഇത് നേരത്തെ വാങ്ങിച്ച പച്ചമുളക് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളക്. ഇത് ഇപ്പം മേടിച്ചത് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഇത് വെച്ച് തുടച്ച് ബാക്കിയുണ്ടായിരുന്ന വെള്ളവും കളഞ്ഞ് വെച്ചിരിക്കുക. അത് ഈ സൈഡിലോട്ടിടാം. നമ്മൾ പച്ചമുളകൊക്കെ ഇതിലാണ് ഇടുന്നത്. 2 സൈസ് പച്ചമുളകുണ്ട്. ഇതിന് എരിവുണ്ട്, എന്നാലും അധികം ഇല്ലെന്ന് തോന്നുന്നു. മറ്റേ കിളിമുളകിൻ്റെ അത്ര എരിവില്ല. പഴുത്ത പച്ചമുളകൊന്നും ഇടരുത്. ഞാൻ ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞ് മേടിച്ചെങ്കിലും ഈ പച്ചമുളക് അതിൽ കൂടുതൽ ഇരിക്കും കേട്ടോ. എനിക്കിതൊരു 2 ആഴ്ചത്തേക്കുണ്ട്. 2 ആഴ്ചത്തേക്കല്ല, അതിൽ കൂടുതൽ കാണും എനിക്ക്. ഇത് ഇരുന്നോളൂ, ഇത് ചീത്തയാവത്തില്ല. നമ്മൾ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് ഞാൻ ഇഞ്ചി ഇടാൻ പോവാം. അതുപോലെ ഇഞ്ചി ഞാൻ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ബാക്കിയുള്ള വെള്ളം ചെയ്തു ഈ തുണി വെച്ച് തന്നെ തുടച്ച് ഇതിലേക്ക് ഇടുക. ഈ പാത്രത്തിൽ തന്നെയും പച്ചമുളക് ഇട്ട പാത്രത്തിൽ തന്നെ ഇടുക. അത് വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വേണമെന്നില്ല, ന്യൂസ് പേപ്പർ ആയാലും മതി. പക്ഷേ ഇപ്പം എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നു. ന്യൂസ് പേപ്പറിനേക്കാൾ ഇച്ചിരി നല്ലത് ടിഷ്യൂ പേപ്പറാണ്, അതുകൊണ്ട് അങ്ങ് ചെയ്തേ ഉള്ളൂ. നമ്മളിത് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനടപ്പുണ്ട്. ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം. ഞാൻ പിന്നെയും ഇതുപോലൊരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. അതിലും അകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഇട്ടാലും മതി. അതുമല്ല, ഈ പാത്രമേ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വെച്ചാലും മതിയല്ലോ. ഞാൻ ചെയ്യുന്നത് കാണിച്ചു തന്നേ ഉള്ളേ. ഒരാഴ്ചത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഇപ്പം ഈ ടൊമാറ്റോ എനിക്ക് ഒരാഴ്ചത്തേക്കല്ല, അതിൽ കൂടുതലുണ്ട്. ഇതൊരു ബാക്കി സ്ഥലമുള്ളത് കൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്നുമില്ല, 4 എണ്ണം. ഈ വെജിറ്റബിൾ റാപ്പറിൽ പൊതിഞ്ഞാണ് ഞാനത് ഇടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ചിലവുള്ള പണിയാണ്, പക്ഷേ പച്ചക്കറി ചീത്തയാവത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും വാങ്ങിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ഇടുമായിരുന്നു. അപ്പോൾ അത് പച്ചക്കറി കുറച്ചുകൂടെ വേഗം ചീത്തയാവുന്നുണ്ടായിരുന്നു. ഇപ്പം അത്ര എളുപ്പം ചീത്തയാവത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇടുന്നതാണ്. ഇതിന് ആമസോണിൽ ഓഫർ വരുവേ, 100 രൂപ 120 രൂപ അങ്ങനെയൊക്കെ. അപ്പം വാങ്ങിച്ച് വെക്കുന്നതാണ് കേട്ടോ, അല്ലാതെ കൂടിയ പൈസയ്ക്ക് വാങ്ങുന്നതല്ല. അങ്ങനെ കിട്ടുമ്പോൾ വാങ്ങിച്ചിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. ഈ റാപ്പർ ഉണ്ടല്ലോ, നമുക്കൊരു 2-3 മാസം ഉപയോഗിക്കാനുള്ളതുണ്ട്. 120 150 കൊടുത്താലും നഷ്ടമില്ല. പച്ചക്കറി അത്രയും ചെയ്യുന്നത് കുറയും. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ അത്രയും പൈസ കുറച്ച് കൊടുത്താൽ മതിയല്ലോ. അത്രയും ഫ്രഷ് ആയിട്ടിരിക്കും ഇതിൽ. ഇങ്ങനെ പൊതിഞ്ഞിട്ടാൽ മതി. ഇങ്ങനെ പൊതിഞ്ഞ് വെറുതെ ബോക്സിലിട്ടാലും മതി. ഈ ബോക്സിലിടണമെന്നൊന്നുമില്ല, ഫ്രിഡ്ജിൻ്റെ ബോക്സിലിട്ടാലും മതി. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് ചിലപ്പോൾ. ഇതിൻ്റെ മേളിൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇടുവാണേ. അത് ഈ വെള്ളം വരുമ്പോൾ ഉണ്ടല്ലോ, ഈ അടപ്പയിൽ ഇങ്ങനെ നീരാവി പോലെ പറ്റി ഇരിക്കത്തില്ലേ, ആ വെള്ളം ഈ ടിഷ്യൂ വലിച്ചെടുത്തോളൂ. അതുകൊണ്ട് അങ്ങനെ ടിഷ്യൂ ഇട്ടത്. ഇതെല്ലാം ആമസോണിൽ നിന്ന് ഇങ്ങനെ ഓഫർ വരുമ്പോൾ വാങ്ങിച്ചു വെക്കുന്നതാണ് കേട്ടോ. ഇതും അടച്ചു വെച്ചേക്കാം. ഈ ആപ്പിൾ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചാണ്. അവൻ ഈയിടെയായിട്ട് ആപ്പിളയിലാണ് പിടുത്തം. മറ്റേത് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോകായിരുന്നു സ്കൂളിൽ സ്നാക്സ് ആയിട്ട് വൈകിട്ട് കഴിക്കാൻ. ഇപ്പം ആപ്പിൾ മതി എന്ന് പറഞ്ഞിട്ട് ആപ്പിളാണ് കൊണ്ടുപോകുന്നത്.
ബിസ്ക്കറ്റിനേക്കായി കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ട് അത് വാങ്ങിയതാണ്. അത് ഞാൻ ഈ വെജിറ്റബിൾ റാപ്പറിൽ പൊതിഞ്ഞ് ചുമ്മാ ഫ്രിഡ്ജിൻ്റെ ബോക്സിലോട്ട് അങ്ങ് ഇടത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇടുന്നത് നമുക്ക് ഇത് മേടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മേടിക്കുന്നത് കുറയ്ക്കാം. ചീത്തയാവത്തില്ല, ഒട്ടും ചീത്തയാവത്തില്ല. ഇത് കേട്ടോ, ഒരെണ്ണം അവൻ വന്ന് എടുത്ത് കടിച്ചതാണ് കഴുകി വെച്ചപ്പോൾ. എടുത്ത് കടിച്ച് വെച്ചിട്ട് പോയതാണ്. അത് ഞാനിപ്പോൾ അതിൽ പൊതിഞ്ഞിടും. നാളെ അവനത് കൊടുത്തു വിടും. ഞാൻ ആപ്പിളെല്ലാം ഞാൻ ഈ റാപ്പറിൽ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ബോക്സിലിടത്തേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും ഒരു വീഡിയോയായി അടുത്ത ഇതിൽ കാണാം.